ആങ്കോൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും 400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് മറ്റെവിടെയും കാണാൻ പറ്റാത്ത വളരെ വ്യത്യസ്തമായ പെരുന്നാൾ ആഘോഷമാണ് ലക്ഷദ്വീപിലെ ആന്ധ്രോത്തിലേത്. വലിയ പെരുന്നാൾ ആവാറായിട്ടാണോടാ ചെറിയ പെരുന്നാളിൻ്റെ വീഡിയോ കൊണ്ട് വരുന്നതെന്ന് മാത്രം ചോദിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തിയ സന്തോഷം. അപ്പോൾ വെൽക്കം ടു ആന്ധ്രോത്തിലെ ചെറിയ പെരുന്നാൾ. ഹലോ, ഹായ് ഹായ്. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. ഈദ് മുബാറക്. നമ്മുടെ ലക്ഷദ്വീപിലെ ആന്ധ്രോത്ത് ഐലൻഡിൽ തന്നെയാണ് ഇന്ന് സന്തോഷത്തിന്റെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത്. ആ, ഞാനതാ പറയാൻ പറഞ്ഞത്. സാദിക്കൊക്കെ വൻ സെറ്റപ്പിലാണ്. സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്ത പോലെ. അയ്യോ, സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്ത പോലെ. കൊച്ചി പോയി, കൊച്ചിയിലൊക്കെ പോയി കഷ്ടപ്പെട്ട് കോസ്റ്റ്യൂം ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് നമ്മൾ കവരത്തിലത്തെ ഒരു ദിവസത്തെ പെരുന്നാൾ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം അൽത്താഫ് വിളിച്ചപ്പോൾ നമ്മൾ ആന്ധ്രോത്തിലെ പെരുന്നാൾ കാണാൻ വേണ്ടി ഓടി വന്നത്. ഞങ്ങളവിടെ ഈദ്ഗാഹ് എന്ന് പറഞ്ഞിട്ടേ ഈ പുറത്തൊക്കെ നമസ്കാരം ഉണ്ടാവും, ഗ്രൗണ്ടുകളിലൊക്കെ. ഇവിടെ പള്ളിയിലല്ലേ നമ്മള് പോകുന്നത്? ഇവിടെ പള്ളിയിലാണ്. ശരിക്കും മറ്റേ പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ ബീച്ചിലൊക്കെ നമസ്കാരം സംഘടിപ്പിക്കാനും സാധിക്കും. നമുക്ക് വീഡിയോ പ്രത്യേകിച്ച് ഇവിടെ അതിനുള്ള അവസരം ഉണ്ടല്ലോ. നല്ല വൃത്തിയുള്ള ബീച്ചുകളാണല്ലോ. പക്ഷെ നിങ്ങള് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല കേട്ടോ. സാധിക്കേ, കവരത്തിയിലെ ബീച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിങ്ങളെപ്പോലുള്ള യുവാക്കള് മുൻകൈ എടുക്കണം. ഇദ്ദേഹം വോയേജ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലാട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷദ്വീപ് വ്ളോഗറിനെ ഒഴിവാക്കിയിട്ടില്ല. അല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഓരോ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞ ലിങ്ക് വെക്കുന്നുണ്ട്. വീഡിയോ ഇടുന്നില്ല. അവൻ ഇൻസ്റ്റാഗ്രാമിൽ പ്രമുഖനായി പോയി. അപ്പൊ യൂട്യൂബിൽ വേണ്ടെന്ന് വെച്ചല്ലേ. സംഗതി സാദിക്ക് പറയുമ്പോഴാണ് ഞാനും ഓർക്കുന്നത് കേട്ടോ. ജീവിതത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നേരത്തെ പെരുന്നാൾ ബാക്കിയുള്ളവർ നമ്മളെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് നമ്മൾ ഇത്രയും നേരത്തെ റെഡിയായി എത്തിയത്. ഇപ്പൊ 8 മണിക്ക് നമസ്കാരം അല്ലേ? ഓക്കെ, അതായത് പെരുന്നാൾ ആഘോഷത്തിന് തുടക്കം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു നമസ്കാരം കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. എല്ലാവരും പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, കുറെ സുന്നത്തുകളൊക്കെ ഉണ്ടല്ലോ വരുമ്പോ. അതായത് ഫുള്ള് കംപ്ലീറ്റ് സെറ്റപ്പ് സുന്നത്തിൽ ഫുള്ള് തൊപ്പിയിടും, പുതുവസ്ത്രം ധരിക്കുക, അത്തറ് തേക്കുക, തൊപ്പി ഇടൂല്ലേ? ഞങ്ങൾ അവിടെ അങ്ങനെ എല്ലാ ചില വിഭാഗക്കാർ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇടും. എല്ലാവരും അങ്ങനെ തൊപ്പി ഇടുന്ന പരിപാടി ഒന്നുമില്ല. സുറുമ എഴുതിയിട്ടുണ്ടോ? അത് ശരി. ഓക്കെ, അതൊക്കെ പുതിയ ആദ്യം അറിവായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ എത്തിയപ്പോ പള്ളി തുറന്നിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതിന്റെ പ്രധാന കാരണം ഇവനെ ഉറങ്ങിയിട്ടില്ല. എന്നെ വിളിച്ചത് ഇവന്റെ ഫോൺ കോൾ കേട്ടിട്ടാണ് ഞാനും എണീക്കുന്നത്. ഉത്തരവാദിത്തമുള്ള ഒരാളല്ലേ ഉള്ളൂ കൂടെ. ഞാൻ പിന്നെ 3 മണിക്ക് കിടന്നുറങ്ങിയിട്ട് 6 മണിക്ക് എണീറ്റു. ഒരു 3 മണിക്കൂർ ഉറങ്ങി. ഇവിടെ വന്നതിന് ശേഷം ഉറക്കം മൊത്തം താളം തെറ്റി. ബാർബർ ഷോപ്പിൽ ഒരു അരമണിക്കൂർ ഉറങ്ങി. അതായത് 2 മണി സമയത്ത് ഇവര് ബാർബർ ഷോപ്പിൽ വെയിറ്റ് ചെയ്യുമ്പോ ഞാൻ പോയി കിടന്നുറങ്ങാനായിട്ട് വന്നതാണ്. ആ 2 മണിക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്ന ആള് പിന്നെ വരുന്നത് 6 മണിക്കാണ്. ഞാൻ എണീക്കുന്ന സമയത്ത് അറിയാലോ, ബാർബർ ഷോപ്പിലും ടൈലർമാർക്കും ടെക്സ്റ്റൈൽസുകളിലും ഇറച്ചി കടകളിലും ഒക്കെ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കും. ബുക്കിംഗ് ആണ് ബാർബർ ഷോപ്പിലൊക്കെ, അപ്പോയിന്റ്മെന്റ് എടുക്കണം. നമ്മളിതാ പള്ളിന്റെ അവിടുന്ന് ഈ ഗ്യാപ്പിൽ കൂടി ഇങ്ങോട്ട് ബീച്ചിലേക്ക് ഇറങ്ങിട്ടോ. ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുള്ളത്. നമുക്ക് ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പള്ളിയുടെ ചരിത്രം പറയുന്ന വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ പള്ളിയിലത്തെ ഖാദീനെ ഈ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയത്തേക്ക് അവിടെ വീട്ടിൽ നിന്ന് ആനയിച്ചു കൊണ്ടുവരുന്ന ചടങ്ങുണ്ട്. അത് മിസ്സാവരുതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോകുന്നത്. അതൊരു വെറൈറ്റി ആട്ടോ. ഞാൻ ഇതുവരെ എങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. ഞങ്ങൾ കുറച്ചു നേരം അതിലൊക്കെ നടന്നു കിട്ടോ. അതിന് ശേഷം ഇവിടെ പണ്ടത്തെ ഒരു ഇതാ പറയുക, നമ്മുടെ ബ്രേക്ക് വാട്ടർ പോലത്തെ ഒരു ചെറിയ സംഭവം ഉണ്ട്. അതിന് മുകളിലേക്ക് വന്നു. കണ്ടോ, ഇവിടുന്ന് നമുക്ക് ആന്ധ്രോത്ത് ഐലൻഡ് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ഇപ്പോൾ ദാ സൂര്യനൊക്കെ ഉദിച്ച് വരട്ടെ, എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതാണ് കേട്ടോ ഇന്നത്തെ പെരുന്നാൾ സുദിനത്തിലെ സൂര്യോദയം. എന്തായാലും ഇപ്പോൾ പള്ളിയിൽ നിന്ന് നമുക്കിങ്ങനെ തക്ബീർ ധ്വനികൾ കേൾക്കാൻ പറ്റും. നമസ്കാരം തുടങ്ങാൻ ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്. എന്തായാലും നമുക്ക് ആ ഭാഗത്തൊന്ന് പോയി നോക്കാം, അവിടുത്തെ മോർണിംഗ് വൈബ് ഒന്ന് കാണാമല്ലോ. സംഗതി നിങ്ങൾ രണ്ടാളും നല്ല സെറ്റായിക്കും കേട്ടോ. ഞാൻ നിങ്ങളെ കൂടെ നടക്കുന്നില്ല. റോഡിലേക്ക് എത്തിയിട്ട് ഇതെന്താ ചെറിയ ചായക്കട അല്ലേ? കൊള്ളാലോ. ഹോട്ടൽ ഹൈവേ.
ഹൈവേ ആണിത്. ഇപ്പൊ ഒരു ചായ കിട്ടാമെങ്കിൽ രസമായിരുന്നു അല്ലേ? അപ്പുറത്തുള്ളത് സ്കൂളോ? ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ചായ കുടിക്കാൻ വരില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണ് അപ്പുറത്ത്. ആ ബിൽഡിംഗ് ഓക്കെ 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 ഓക്കെ. ഇദ്ദേഹം ഇവിടെ സ്കൂളിലും കൂടി വർക്ക് ചെയ്യുന്നതോട് പറഞ്ഞിരുന്നു അല്ലേ? അധ്യാപകനാണ്. അധ്യാപകൻ. ഞാൻ പറഞ്ഞതേ നമ്മള് രാവിലെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഒരു മാസമായില്ലേ? ഇപ്പൊ ഈ കട വർക്കിംഗ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു കുടിക്കാൻ വൈബ് എടുക്കായിരുന്നു. മലയാളക്കാരെ മക്കളെ കൊണ്ട് വരുന്നതാ ഞങ്ങൾക്ക് തോന്നിയത്. കോഴിക്കോട് വരാം. ഞാൻ പാലക്കാട്. ഈദ് മുബാറക്. പാലക്കാട്ട് പഠിച്ച ആളായാലും പാലക്കാട് നിങ്ങളെല്ലാം പ്രസവിക്കുന്നതിന് മുന്നേ 70-കളിൽ പഠിച്ച ആളാണ്. വിക്ടോറിയയില് ചിത്രയിൽ അവിടെ എല്ലാം അക്കണ്ണ ദാസം എല്ലാം പൊന്നാനി വരെ പോയിട്ടുണ്ട്. കളിക്കാനായിരുന്നു. 74 വയസ്സ് 75 വയസ്സ്. ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ UP കഴിഞ്ഞ ആളാണ്. യുപിയിലോ? അലഹാബാദ് യൂണിവേഴ്സിറ്റി പ്രയാഗ് വിശ്വവിദ്യാലയം. ശരി. എവിടെ വർക്ക് ചെയ്യുന്നേ? ഞാൻ സോഷ്യൽ വെൽഫെയർ ഓഫീസറായിരുന്നു. പെൻഷൻ പറ്റിയിട്ട് 10-15 വർഷമായി. ആയിക്കോട്ടെ. 2010 പെൻഷൻ പറ്റിയതാണ്. ഞങ്ങൾക്ക് വയസ്സന്മാർക്ക് യാതൊരു രക്ഷയില്ല. 70 കഴിഞ്ഞവർക്ക് വലിയ ലെവലില്ല. അതെ അതെ. മമ്മൂട്ടിയുടെ പ്രായമല്ലേ? മമ്മൂട്ടിക്ക് എന്താ കുഴപ്പം? ഞാൻ ഒരു വർഷം എന്റെ അനിയനും മമ്മൂട്ടി ഒരു പ്രായം. അതല്ലേ? എന്റെ അനിയൻ DYSP ആയിരുന്നു. മരിച്ചുപോയി. അവര് മഹാരാജാസിൽ ഒന്നിച്ചു പഠിച്ചു. ശരി. ഡിഗ്രിക്ക് പഠിച്ചു ബ്രിണ്ണനില്ല. ബ്രിണ്ണൻ കോളേജ്. ഓക്കെ 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 ഓക്കെ. കാരണം ഞാൻ യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു അക്കാലത്ത്. ജിമ്മിയുടെ സീനിയറാണ്. അതെ. ജിമ്മി എന്റെ ജൂനിയറായിട്ട് പഠിച്ചാളാ. അതെ. അവര് ഞാനും പാലക്കാട് മലമ്പുഴയിൽ ഒന്നിച്ച് നീന്തിയതാ. ശരി. ജിമ്മി എനിക്ക് ജൂനിയർ. ഞാൻ ഡിഗ്രി ക്ലബ് കോളേജിൽ ജിമ്മി ജൂനിയറാണ്. ശരി. വഴിന്ന് യാദൃശ്യമായിട്ട് കണ്ടാണ് കേട്ടോ പുള്ളി. പക്ഷെ ആള് പുലിയാണ്. ഇപ്പൊ ഇവിടെ കണ്ടോ ഈ വണ്ടിയിൽ ജസ്റ്റ് ഒരു എഴുത്ത് കണ്ടാണ്, മുമ്പ് മൗല ട്രാവൽസ്. അപ്പൊ ഞാൻ ചോദിച്ചാണ് മുമ്പ് ഹസ്രത്ത് ഉബൈദുള്ള തങ്ങളുടെ വേറൊരു അറിയപ്പെടുന്ന അങ്ങനെയാണ് മുമ്പ് മൗല തങ്ങൾ എന്ന് പറഞ്ഞാൽ. മുമ്പ് എന്നുള്ള മലയാളത്തിലെ അർത്ഥം തന്നെയാണോ? പണ്ട് മുൻപ് കാലത്തെ അങ്ങനെ ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? നമുക്കറിയാം ഇസ്ലാമിലെ പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്തർ എന്ന ചെറിയ പെരുന്നാളും ഈദുൽ അൽഹ എന്ന വലിയ പെരുന്നാൾ അഥവാ വലിയ പെരുന്നാളും. അറബ് മാസം റമദാനിലെ 30 ദിവസത്തെ നോമ്പനുഷ്ഠാനത്തിന് ശേഷം ആ വിശുദ്ധിയുടെ ആഘോഷമായിട്ടാണ് ഷവ്വാൽ മാസപ്പിറവി കണ്ട അടുത്ത ദിവസം ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പള്ളിയിലെത്തി തുടങ്ങി. നമ്മളും ഉളു എടുത്തിട്ട് അകത്ത് കയറിയിട്ട് പള്ളിയിലെത്തിയ മറ്റാൾക്കാർക്കൊപ്പം തക്ബീറൊക്കെ ചൊല്ലിക്കൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് തക്ബീറൊക്കെ ചൊല്ലിയതിന് ശേഷം കുറച്ച് പേര് പുറത്തിറങ്ങുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ലക്ഷദ്വീപിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ച ഉബൈദുള്ള തങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ അദ്ദേഹമുള്ള കാലത്ത് പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ആനയിച്ച് കൊണ്ടുവരുന്ന ചടങ്ങുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഇപ്പോഴും കാളിയായിട്ടുള്ളത്. അത് എപ്പോഴും അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇപ്പോഴും ആ ഒരു രീതി പിന്തുടർന്നിട്ട് അദ്ദേഹത്തിനെ താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് പെരുന്നാൾ നമസ്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങുണ്ട്. അതിനുവേണ്ടി പോവുകയാണ് ഇപ്പോൾ. ഇതാണ് കേട്ടോ വീട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പള്ളിയുടെ അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ ഇസ്ലാം മതം പ്രചരിച്ചതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഈ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു വിശദമായിട്ട്. താങ്ക് യു. ഇവിടെ കാളീനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് ഇവിടെ ചായയും ചെറിയ രീതിയിലുള്ള ഈത്തപ്പഴവും ചിപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു ചായ കിട്ടിയെങ്കിൽ പറഞ്ഞ ഓർമ്മ ഉണ്ടോ എനിക്ക്? ചായ കിട്ടി. ഞാൻ എടുക്കാം. ഒരു കയ്യിൽ സെൽഫി സ്റ്റിക്കായി പോയി. താങ്ക് യു. അപ്പോൾ എല്ലാവരും ചായ കുടിക്കുകയാണ് കേട്ടോ. കാളിയെ തേടി വിളിക്കൽ എന്നാണ് ഈ ചടങ്ങിൻ്റെ പേര് കേട്ടോ. ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളിലെ എവിടെയെങ്കിലോ അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന മറ്റേതെങ്കിലും നാട്ടിലോ ഇങ്ങനെ ഒരു ചടങ്ങ് ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല കേട്ടോ. ഇവിടെ ഉബൈദുള്ള തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ചടങ്ങ് അതേപോലെ ഇവരിങ്ങനെ അനുവർത്തിച്ചു പോരുന്നതാണ്. അങ്ങനെ ഈ വീടിനകത്ത് ഇന്നും സംരക്ഷിച്ചു പോരുന്ന അന്ന് ഉബൈദുള്ള തങ്ങൾ ഉപയോഗിച്ചിരുന്ന മുറിയുടെ മുമ്പിൽ നിന്നിട്ട്
കുറച്ച് സമയം പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാവരും പള്ളിയിലേക്ക് പുറപ്പെടുക കേട്ടോ. കാലിലേക്ക് കുട ചൂടി കൊടുത്തുകൊണ്ട് ഒരാളും പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ പുറകിലായിട്ട് ഇങ്ങനെ തക്ബീർ ധ്വനികളൊക്കെ മുഴക്കിക്കൊണ്ട് എല്ലാവരും കാൽനടയായിട്ട് പള്ളിയിലേക്ക് പോവാണ് ഇനി. അങ്ങനെ കാളിയെ ആനയിച്ച് കൊണ്ടുവന്നിട്ട് പള്ളിയിലെത്തിയിട്ടോ. പള്ളിയിലെത്തിയതിന് ശേഷം എല്ലാവരും പള്ളിക്കകത്തേക്ക് കയറാണ്. 8:35 ആയ സമയത്ത് നമസ്കാരം തുടങ്ങിട്ടോ. അതിനുശേഷം നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കുത്തുബ ഉണ്ടായിരുന്നു, പ്രസംഗം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ പരിചയക്കാരൊക്കെ ഇങ്ങനെ പരസ്പരം ഹഗ് ചെയ്യും, ഈദ് ആശംസകൾ നേരുകയൊക്കെ ചെയ്യും കേട്ടോ. കുറേ പേര് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അപ്പുറത്തുള്ള ഉബൈദുള്ള തങ്ങളുടെ മഖാമിനകത്ത് പോയിട്ട് അവിടെ സിയാറത്തൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ പുറത്ത് നിന്നിട്ടും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്രാവശ്യത്തെ ആന്ത്രോത്ത് ദ്വീപിലെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു. എന്നിപ്പോൾ ഞാനും സാധിക്കും നമ്മുടെ അമ്മാനുള്ളയും കൂടി ഇങ്ങോട്ട് വന്നു കേട്ടോ. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അൽത്താഫ് ബ്രോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിന്ന് പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോവാണ് അൽത്താഫിൻ്റെ വീട്ടിൽ. ഈദ് മുബാറക്. ഈദ് മുബാറക്. ആ വരാം. ഈദ് മുബാറക്. എവിടെയായിരുന്നു? എന്തുവരക്ക് ഉറങ്ങാതെ പള്ളിയായിട്ട് പിന്നെ ഉറങ്ങിയോ? ഓക്കെ. ഇങ്ങക്ക് പിന്നെ പെരുന്നാൾ ഉറക്കല്ലല്ലോ അല്ലേ? നമുക്കറിയാം ലക്ഷദ്വീപിലെ ഒരു പ്രധാന വിഭവമാണ് കേലാഞ്ചി. അതായത് അത് ഇവിടെ ഒരു വിരുന്നൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ സ്റ്റാർട്ടർ ആയിട്ട് വേറെ ഭക്ഷണമൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതൊരു സ്റ്റാർട്ടറാണ് അത്രേ. ഞാനിത് മുമ്പ് കഴിച്ചിട്ടുണ്ട്. അന്നൊക്കെ കേൾക്കും, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ചില ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കവരത്തിൽ നിന്ന് കഴിക്കുമ്പോൾ പറയും ഇത് ആന്ത്രോത്തിന്റെ ഭക്ഷണമാണെന്ന് പറയും. അപ്പോൾ ഇവിടെയാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ഓത്തന്റിക് ആയിട്ടുള്ള കേലാഞ്ചി കിട്ടുക കേട്ടോ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ കഴിച്ചപ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്തു. ഇത് കഴിക്കേണ്ടത് ഇതിങ്ങനെ വെക്കുന്നു, അതിനൊപ്പം ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു പരിപാടി ഉണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതാ ഞാൻ പറയാൻ വരുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ പഴവും കൂടി കുഴച്ചിട്ടാണ് കഴിക്കേണ്ടത്. നമ്മൾ പുട്ടിലൊക്കെ പഴം കുഴച്ച് കഴിക്കുമ്പോൾ കഴിക്കണം. ഇവിടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാലിൽ പഞ്ചസാര മിക്സ് ചെയ്യും പല സ്ഥലങ്ങളിലും. അതൊരു വൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇതിൽ ചെറിയൊരു ബ്രൗണിഷ് കളറാണ്. ഇവർ അത് ശരിക്കും ചേർക്കുന്നത് തെങ്ങിൻ്റെ ശർക്കര, തെങ്ങിൽ നിൽക്കുന്ന ശർക്കരയാണ്. അപ്പോഴാണ് അതിന് ശരിക്കും ഒരു ഓത്തന്റിക് ടേസ്റ്റ് കിട്ടുക. അതെനിക്കിപ്പോൾ ശരിക്കും ഫീൽ ചെയ്തു. ഇപ്പോൾ ഞാൻ ഇത് കുറച്ച് കഴിച്ചതിന് ശേഷം നമ്മുടെ സുഹൃത്ത് ഈ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പോൾ ഞാനിവിടെ വാങ്ങി വെച്ചാൽ എനിക്ക് ഇനിയും കഴിക്കാണ്ടിരുന്നുണ്ട്. സംഗതി ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വിശദമായിട്ട് കാണിക്കുന്നില്ല. തൽക്കാലം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടോ. ഗംഭീര ഫുഡായിരുന്നു. ആക്ച്വലി ഇത് അൽത്താഫിൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ് കേട്ടോ. ഞാൻ പണ്ട് ലക്ഷദ്വീപിൽ വന്നപ്പോൾ കവരത്തി എത്തിയിട്ട് ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചത് അൽത്താഫിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു. അവരന്ന് അവിടെ താമസിച്ചിരുന്നത്. ഇനി ശരിക്കും പെരുന്നാളിൻ്റെതായിട്ടൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അവിടെയൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെയാണ്, എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ സന്ദർശിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബ വീടുകളിലൊക്കെ ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കണ്ട് പെരുന്നാൾ ആശംസയൊക്കെ അറിയിച്ച് സ്നേഹമൊക്കെ അറിയിച്ചിട്ട് ഒരു വിസിറ്റ് നടത്തും, ഒരു ഓട്ടപ്രദക്ഷിണം നടത്തും. അതും ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ, സെയിം പരിപാടിയാണ് ഇവിടെ. പക്ഷേ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു മധുരം ഉണ്ടാക്കി വെക്കുത്രേ. കാരണം എല്ലാവരും വരുന്ന അറിയാലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മധുരം സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും. അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യും, കാരണം കുറേ വീട്ടിൽ പോകാനുള്ളതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ എല്ലാ കുടുംബ വീടുകളിലും ഒന്ന് സന്ദർശിക്കുന്നതാണ് പിന്നെയുള്ള പരിപാടി. അയ്യോ എന്താ ഇരുത്തം, ഉറങ്ങാണല്ലേ? ഡ്രസ്സൊക്കെ പൊളിച്ചിട്ടുണ്ട്. മൈ ഫസ്റ്റ് ഈദ് സഫ്രാൻ. അത് ശരി, പ്രത്യേകം ഉണ്ടാക്കിയ ഡ്രസ്സാണല്ലേ? അടിപൊളി അടിപൊളി. ഇതേ ആദ്യത്തെ ഈദ് ആഘോഷിക്കുന്ന ആളാണ് കേട്ടോ. ഫസ്റ്റ് ഈദ് നേരത്തെ ഉറങ്ങായിരുന്നു, ഇപ്പൊ ഉണർന്ന് ഇതാ ഫോട്ടോ കണ്ടു. ഫോട്ടോ കാണിച്ചേ. കണ്ടോ, ഇവിടെ ഇങ്ങനെ എല്ലാ കുടുംബക്കാരും വിസിറ്റ് ചെയ്യുമല്ലോ അല്ലേ വീട്ടില്. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഉണ്ടോ സഫ്രാൻസ് ഫസ്റ്റ് ഈദ് ഒരു മിഠായിയും ഇഞ്ചിയിട്ട് ഇങ്ങനെ കൊടുക്കാം. ഹലോ
ഫസ്റ്റ് ഈദ് മുബാറക്. ഇനി അവിടെ പോണോ? ഇവര് ഓരോ വീടുകൾ വിസിറ്റ് ചെയ്യുമ്പോ കൊറേയൊക്കെ വീട്ടിലേക്ക് നമ്മളും പോകുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ആ ഫസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലത്ത് തന്നെ ഒരുപാട് ഫുഡ് കഴിച്ചിരുന്നു. അപ്പൊ ഓരോ വീട്ടിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും കഴിക്കൽ നിർബന്ധമാണ്. അവിടെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും കുറെ ഐറ്റംസ്. നമ്മൾ അതിന് എന്തെങ്കിലും ഒന്ന് എടുത്ത് കഴിക്കണം. ഇനിയും കഴിക്കാൻ പറയട്ടോ. പണ്ട് കണ്ണൂർ സാഹിദ് ഭായിന്റെ അവിടെ പോയിട്ടാണ് എങ്ങനെയാണ് അറിയിക്കണത്. ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം. ഓക്കെ ഓക്കെ. തറവാട് പുതുക്കി പണിതാണല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനത്തെ ഗ്രാൻഡ് വീടുകൾ ലക്ഷദ്വീപിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല അല്ലേ? ആന്ധ്രത്ത് വന്നിട്ടാണ് വൻ വൻ വീടുകൾ. അൽത്താഫ് ദാരിദ്ര്യമാണെങ്കിലും ഫാമിലി റിച്ച് ആണ്. മറ്റേ ആ പണ്ട് പറഞ്ഞ രാജകുടുംബാണോ മറ്റേ? ആ കണ്ടെത്തിക്കുന്നില് വന്ന് കണ്ട് ദാരിദ്ര്യമാണ്. രക്തത്തെ തിരിച്ചറിഞ്ഞു. ആ വരാം. കഴിക്കാൻ തരുമോ? പ്ലീസ് പ്ലീസ് തരരുത് പ്ലീസ്. കൊണ്ടുവന്ന് വെച്ചപ്പോ തന്നെ കൈക്കൊന്നും വേണ്ട, കണ്ടാ മതി. ഇത് പിന്നെയും കുഴപ്പമില്ല അല്ലേ? തീരുമാനമാക്കി തരാം. ചെറുതാണ്, പോക്കറ്റിലിടാം. അതല്ലൊരു ഐഡിയ ആണ്. കുമ്പള കുത്താനുള്ള പേപ്പർ കിട്ടുമോ? വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ കാണുന്ന ഐറ്റംസിന്ന് കുറെയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഹലോ, ഈദ് മുബാറക്. ലക്ഷദ്വീപിലെ പുസ്തകങ്ങളൊക്കെ എല്ലാ ദ്വീപിലും പോയി സെയിൽ ചെയ്യുന്ന പുസ്തകങ്ങളും അങ്ങനെയുള്ള പുസ്തകങ്ങൾ, എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ, എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ പുള്ളി ഏറ്റെടുത്ത് എല്ലാ ദ്വീപിലും കൊണ്ടുപോയിട്ട് പുള്ളി സെയിൽ ചെയ്യും. പേരെന്താ? അബ്ദുൽ ലത്തീഫ്. ഓക്കെ ഓക്കെ. എന്ത് വഴികളാണിത്? ആരും സഞ്ചരിക്കാത്ത വഴികളിൽ പോകണ ഒരു കാന്തനപുരം ഷോർട്ട് കട്ട്സ് ആണത്. ഷോർട്ട് കട്ടാണ്. വേറെ റോഡ് ഉണ്ടാവും. റോഡ് മെയിൻ റോഡുണ്ട്. അത് കുറെ കറങ്ങി വരണം. ഇത് നമ്മൾ മറ്റു റോഡിലേക്ക് എത്തി. ഓക്കെ ഓക്കെ. ക്രോസ് റോഡ്സ് ആണല്ലേ? ക്രോസ് കട്ട്. സ്കൂളെത്തി. എങ്ങോട്ടാ പോകുന്നു എന്നുള്ള ഐഡിയ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല. നമുക്ക് നല്ല ഭംഗിയൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ടു പോവാം. ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ ഈദാഘോഷം മുഴുവനാവില്ല. ഹൈറ്റിങ്ങളുണ്ട്. അത് എനിക്ക് സംശയമുണ്ടോ? തടിയുണ്ട്. ഞാൻ 6 അടിയും പിന്നെ ഇച്ചിരി ഉണ്ട്. കഴിഞ്ഞോ? ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് അല്ലേ? ഞാനേ ആദ്യമായിട്ടാണ് ഇവൻ ഈ ആന്ധ്രത്തിനെ കുറിച്ചൊരു കാര്യം നല്ല കാര്യം പറയുന്നേക്കണം. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. നീ അങ്ങനെ അല്ലല്ല, നല്ല ആന്ധ്രത്തിനല്ല, ആൾക്കാരെ അത്രേ ഉള്ളൂ. ചില പർട്ടിക്കുലർ ആൾക്കാരെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെ, മുണ്ടെടുത്ത ആൾക്കാരാണോ? അവിടെ മുണ്ടെടുത്തിട്ടുണ്ട്. ക്യാമറ ഞങ്ങളാണെങ്കിൽ ക്യാമറ അല്ലായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. നിങ്ങളെന്താണ് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാണ്? ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയല്ലേ? അതെ 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 എടുത്തോളൂ. നമ്മുടെ സുഹൃത്താണ് റോഷൻ ചേത്തിലാത്ത്. അദ്ദേഹം സിനിമാ മേഖലയിലൊക്കെ വർക്ക് ചെയ്യാണ്. നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ക്യാമറയൊക്കെ ആയിട്ട് കുറേ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഈ ഭാഗത്തേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തെയും കൊണ്ട് വന്ന സുഹൃത്തുക്കൾ വെയിറ്റ് ചെയ്യാണ്. റോഷനെ കൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോ എടുപ്പിച്ചു. ഫോട്ടോ എടുക്കാൻ വന്നവന്മാർ വെയിറ്റ് ചെയ്യാം, നമ്മൾ ഫോട്ടോ എടുക്കുക. അങ്ങനെ അവിടെ നിന്ന് പോയിട്ട് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന നമ്മുടെ മാഷിൻ്റെ വീടിൻ്റെ മുമ്പിലെത്തിട്ടോ.
ഇനി പെരുന്നാളിൻ്റെ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട പരിപാടികൾ ഇനിയും വരാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പണികളുണ്ട്. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുകയും വേണം. പിന്നെ കുറച്ച് ഫോൺ നിറഞ്ഞു പോയി ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊന്ന് കോപ്പി ചെയ്യുകയൊക്കെ വേണം. ഇപ്പോൾ സമയം 1 മണിയാണ്. ഇനി ഒരു 4 മണിയാകുമ്പോൾ ഇറങ്ങണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ആ സമയത്ത് ഇറങ്ങിയിട്ട് അപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം ഈ സമയത്ത് ഇപ്പോൾ ഒന്നും ഇനി കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പം ഞാൻ ഈ റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഹലോ, രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇത് പെരുന്നാൾ രാവാണല്ലേ? പെരുന്നാൾ രാവ്, പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ രാത്രിയാണ്. ഇന്ന് ഇവിടെ ഭയങ്കര രസമായിരിക്കും. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ലക്ഷദ്വീപിന്റെ കൾച്ചറൽ ക്യാപിറ്റലായ ആന്ധ്രത്തിൽ പെരുന്നാൾ അടിപൊളി, അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് പെരുന്നാൾ നാളെയാണ്. പക്ഷേ ഇന്ന് കുറച്ച് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മൾ ആ റൂമിൽ ഇരിക്കുമ്പോഴേ ഒരു ശബ്ദം കേട്ടിട്ടോ പുറത്തിറങ്ങിയത്. ഒരു വണ്ടിയിൽ ഇങ്ങനെ അല്ലേ തെക്കുബീർ ചൊല്ലിക്കൊണ്ട് ഒരു വണ്ടിയിൽ ഇങ്ങനെ മറ്റേ സ്പീക്കറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ നാട് മുഴുവൻ ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അതിൻ്റെ പുറകെ ഇങ്ങനെ പോയി. أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വന്നു. ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. എന്തൊരു പരിപാടി ഉണ്ട് പറഞ്ഞില്ലേ? എന്താണ്? കുത്തും വെട്ടുന്നാണ് ഇവിടെ. കുത്തും വെട്ടും കുത്തുറാത്തീവ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ കേട്ടിട്ടും വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അത് ഉണ്ട് ഇത്രേ. അപ്പോൾ നമുക്ക് പോയോക്കാം. പൊട്ടാൻ തുടങ്ങിട്ടോ. നമ്മൾ അവിടുന്ന് കുറച്ചിങ്ങോട്ട് വന്നിട്ടോ. ഇവിടെ നമ്മുടെ സുഹൃത്തില്ലേ അൽത്താഫിന്റെ ജ്യേഷ്ഠന്റെ ഒരു വീടും കടയൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ അൽത്താഫിന്റെ ജ്യേഷ്ഠന്റെ കടയാണ്. എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു കടയാണ് കേട്ടോ. ഇവിടെ തന്നെ അൽത്താഫിൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ വീടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് മൊത്തം അവരുടെ വീടൊക്കെ തന്നെയാണ്. അവരുടെ ഫാമിലി, ഏട്ടനോ അനിയനോ അങ്ങനെയുള്ള ആൾക്കാരുടെ വീടൊക്കെ തന്നെയാണ്. ജ്യേഷ്ഠൻ്റെ കടയാണ് അല്ലേ? ബ്ലിസ്. ഞാൻ കേട്ടിടത്തോളം ആന്ധ്രത്തിൽ ഏറ്റവും എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടയാണ്. അല്ല, ഞാൻ ഇന്നലെ കയറിയപ്പോൾ കണ്ടു ഡ്രസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. സ്റ്റേഷനറിയും ഓ അങ്ങനെ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് റാത്തീബ് കാണാനാണ്. സൂഫികളുടെ സ്തോത്ര സദസ്സുകളെയാണ് ശരിക്കും റാത്തീബ് എന്ന് വിളിക്കുന്നത്. ആവർത്തിച്ച് ചൊല്ലുന്നത് എന്നതാണ് റാത്തീബ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓരോ സരണിക്കും അവരുടേതായ റാത്തീബുകൾ ഉണ്ടാവും. ദൈവത്തെ വാഴ്ത്തുക, ദൈവനാമങ്ങളും സ്തോത്രങ്ങളും പ്രാർത്ഥനാശകലങ്ങളും ഉരുവിടുക, ഖുർആനിലെ വചനങ്ങൾ ഉരുവിടുക, പ്രവാചകന്മാരുടെയും സയ്യിദന്മാരുടെയും സൂഫി യോഗികളുടെയും ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുക, പ്രവാചകന്മാരുടെ ഗുണമേന്മകൾ വർണ്ണിക്കുക, വിവിധ സൂഫി സന്യാസികളുടെ മേന്മകളും അത്ഭുതങ്ങളും വാഴ്ത്തിപ്പാടുക എന്നിങ്ങനെ ഒരു ഏകീകൃത ഘടനയിലാണ് റാത്തീബുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. റാത്തീബുകളുടെ സദസ്സുകളിൽ അലസത അകറ്റുവാൻ വേണ്ടി ആത്മീയ ചലനങ്ങൾ എന്ന പേരിൽ ആട്ടവും കറക്കവും ഒക്കെ ഉണ്ടാവും. കാവ്യശകലങ്ങൾക്ക് അകമ്പടിയായി വായ്പാട്ട്, ദഫ്, അറബന എന്നിവയും ഉപയോഗിക്കുന്നു. ചില മാർഗങ്ങളിലെ റാത്തീബുകളോടനുബന്ധിച്ചിട്ട് ആയുധപ്രയോഗങ്ങളും അഭ്യാസമുറകളും ഉണ്ടാവും. മുമ്പ് ചില നമസ്കാരങ്ങൾക്ക് ശേഷവും പള്ളികളിൽ പൊതുജന പങ്കാളിത്തത്തോടെ ഇത്തരം റാത്തീബ് സദസ്സുകൾ അരങ്ങേറിയിരുന്നു. വീടുകൾ കേന്ദ്രീകരിച്ച് വിശേഷ ദിവസങ്ങളിലും യുദ്ധത്തിനും യാത്രക്കും മുന്നോടിയായും ഇത്തരം സദസ്സുകൾ നടത്തുക പതിവായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ചെറിയ പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് ഈ റാത്തീബ് നടക്കുന്നത്. മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങൾ ആങ്കോൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും 400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് ആന്ധ്രോദ്വീപിൽ എത്തിച്ചേരുകയും അവിടെ പടനാഥ എന്ന് പറയുന്ന വീട്ടിൽ കല്യാണം കഴിക്കുകയും അവിടെ അദ്ദേഹത്തിൻ്റെ പരമ്പരയായിട്ട് ആന്ധ്രോദ്വീപിലും പിന്നീട് കവരത്തിയിലും സന്താന പരമ്പരകൾ അദ്ദേഹത്തിൻ്റെ പരമ്പരയായിട്ട് തങ്ങന്മാരെന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ആത്മീയ നേതാവായി, ആത്മീയ ചൈതന്യത്തോടെ, ആത്മീയ ഗുരുവായി, സ്പിരിച്വൽ ഹെഡായി ഇവിടെ പ്രവർത്തനം നടത്തുകയും ആ പ്രവർത്തനത്തിന്റെ ഫലമായി ധാരാളം ശിഷ്യന്മാർ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ
ഗുജറ പള്ളി, മുഹീദ്ദീൻ പള്ളി എന്ന് പറയുന്ന 2 പള്ളികളും ആ കാലഘട്ടത്തിൽ സ്ഥാപിതമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 തരീഖത്തുകൾ, ഇസ്ലാം മതം വിശ്വാസികൾ അംഗീകരിക്കപ്പെട്ട ശർഹ് മഫാത്തിഉൽ അസ്റാർ ജാമിഉൽ ഉസൂലിൽ ഏറ്റവും പ്രശസ്തമായി വിവരിക്കപ്പെട്ട തരീഖത്തിൻ്റെ അഗ്രഗണ്യ തരീഖത്താണ് തരീഖത്തുൽ ഖാദിരിയ, അത്തരീഖത്തുൽ റിഫായിയ. ഈ 2 തരീഖത്തിൻ്റെയും സ്ഥാപക നേതാവ് അസയ്യിദ് ഷെയ്ഖ് മുഹീദ്ദീൻ മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളാണ്. അദ്ദേഹമാണ് കവരത്തി ദ്വീപിൽ ഇന്ന് മൺമറഞ്ഞ് കിടക്കുന്ന മഖബറ അടുത്ത ഗുജറ പള്ളിയിൽ കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ പരമ്പരയായിട്ട് നടത്തി വരാനുള്ള റാത്തീബാണ് റിഫായിയ തരീഖത്തിൻ്റെ റാത്തീബ്, തരീഖത്ത് റിഫായിയ എന്നും. മുഹീദ്ദീൻ താരീഖത്തിന് ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളോട് ചേർക്കപ്പെട്ടതുകൊണ്ട് അതിന് തരീഖത്തുൽ ഖാദിരിയ എന്ന പേരിലും അറിയപ്പെടുന്നു. അതിൻ്റെ പ്രധാന കാര്യമായിട്ട് നടത്തിവരുന്ന സംഭവമാണ് ഈ ദഫ് റാത്തീബ് എന്ന് പറയുന്നത്. ആ ദഫ് റാത്തീബിന്റെ പാർട്ടായിട്ടാണ് ഈ പെരുന്നാൾ ദിവസം ആഘോഷവേളയിൽ ആന്ധ്രോദ്വീപിലും, പ്രധാനമായിട്ട് ആന്ധ്രോദ്വീപിലും കവരത്തി ദ്വീപിലും മറ്റ് ദ്വീപുകളിലുമായി ഈ ദഫ് പള്ളികളിൽ നടത്തി വരാറുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസം. ഇതിന്റെ ഭാഗമായിട്ട് ദഫ് കൊണ്ട് മുട്ടുമ്പോൾ ആളുകൾ പ്രധാനമായിട്ടും ആത്മീയ ചൈതന്യത്തിന് വേണ്ടി അവരുടെ സ്വയം ശരീരം തന്നെ മറന്നുകൊണ്ട് വാളുകൊണ്ട് വെട്ടുകയും, അതുപോലെ തന്നെ ഈ ലബൂസ് എന്ന് പറയുന്ന സാധനം, അത് നല്ല മൂർച്ചമുള്ള സാധനമാണ്. അത് ശരിക്കും അതുകൊണ്ട് തന്നെ ശരീരത്തിലേക്ക് കുത്തി പറക്കുകയും, അതുപോലെ ഖദർ എന്ന് പറയുന്ന സാധനം ഈ കവടിലും നാവിലും പല്ലിൻ്റെ ഇടയിലൊക്കെ കുത്തിക്കയറ്റുകയും ചെയ്തുകൊണ്ട് അവർ വേദനയൊന്നും അറിയുകയോ സ്വയമായിട്ട് പറിച്ചു മറിക്കുന്നവരും. ഷെയ്ഖ് പിന്നീട് അത് ചില ഭാഗങ്ങളിൽ കയറി കഴിഞ്ഞാൽ സ്വന്തം പെട്ടാൻ ഷെയ്ഖ് ഗുരുവായിട്ട് നിൽക്കുന്ന ആള് അത് പറിച്ചെടുത്തിട്ട് അതിനുവേണ്ടിയുള്ള മന്ത്രങ്ങളെല്ലാം നടത്തി സമാധാനത്തോടെയുള്ള തടവിടുമ്പോഴേക്ക് ഒരു ഡോക്ടറുടെയോ വൈദ്യരുടെയോ അടുത്ത് പോകാതെ യാതൊരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പണ്ട് മുതലേ ഈ നാട്ടിൽ പ്രധാനമായും ജനങ്ങൾ അദ്ദേഹത്തെയും ഈ ഷെയ്ഖ് തരീഖത്തുൽ മുഹീദ്ദീൻ ഷെയ്ഖിനെയും റിഫായി ഷെയ്ഖിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും എല്ലാ വീടുകളിലും അതിൻ്റെ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി ഖിറാഅത്ത് ഫാത്തിഹ സൂറത്തും യാസീൻ സൂറത്തും ഓതി വരാറുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞൊരു 12:30 ആയപ്പോഴാണ് കേട്ടോ റാത്തീബ് അവസാനിച്ചത്. നല്ല കൂർത്ത ആയുധങ്ങൾ കൊണ്ടുള്ള കൂടുതൽ പരിപാടികളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ അൽത്താഫിൻ്റെ വീട്ടിൽ പോയിട്ട് നല്ല അടിപൊളി ബീഫ് ബിരിയാണി കഴിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് ഇറങ്ങിയിട്ട് സാദിഖും അൽത്താഫും ബാർബർ ഷോപ്പിൽ ക്യൂ നിൽക്കാനും പോയി. ഞാനാണെങ്കിൽ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂമിലേക്കും പോയി. അങ്ങനെ കുറേ സമയം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇപ്പം സമയം ഒരു 5:30 മണിയായിട്ടോ. 5:30 മണിയായി. ഇപ്പോഴാണ് നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിൽ പെരുന്നാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അല്ലേ? 5:30 5 നമുക്ക് വൈബ് പിടിക്കാൻ പോണ്ടേ? ഇതൊക്കെ കഴിച്ചിട്ട് വൈബ് പിടിക്കാൻ പോകണം. ഈ ഫുഡൊക്കെ എന്തൊക്കെയാന്ന് പറഞ്ഞത്? എന്താ സാധനം? റൈസാണോ? ഇത് റൈസ്, ഇത് ടേബിൾ റൈസ് നമ്മുടെ നെയ്ച്ചോറ്. ഇതോ? ഇത് ദ്വീപിലെ ഒരു സ്പെഷ്യൽ വിഭവമാണ്. മടുക്ക് എന്നാണ് ആന്ധ്രത്തിൽ പറയുന്നത്. മടുക്ക് അതിനകത്ത് ഈ പീരയും മീനും ഒക്കെ വെച്ച് കുഴച്ചിട്ട് മധുരല്ല, എരിവാണ്. അങ്ങനത്തെ മധുരം ഉണ്ടാക്കലുണ്ട്. ഇത് എരിവാണ്. മടുക്ക്. ഇത് ചിക്കൻ ഫ്രൈ. ഇത് നമ്മുടെ തേങ്ങാപ്പാൽ. കെലാഞ്ചി. ഇതൊക്കെ നേരത്തെ ചെയ്തായിരിക്കുമല്ലോ. കെലാഞ്ചി അതിന്റെ പാല്. പിന്നെ ബീഫ് കറി, ചിക്കൻ കറി. പിന്നെ ഇത് കായ്പോള സുലഭമാണല്ലോ. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ദേശീയ ഭക്ഷണമാണ്. ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ്. ഇത് അപ്പത്തരം എന്ന് പറയും. അപ്പത്തരം വാളക്കലാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കല്യാണ വീടുകളിൽ കുയ്യാപ്പിളമാർക്ക് കൊടുക്കുന്ന ഒരു വിഭവമാണ്. ഒരു പലഹാരമാണ്, സ്വീറ്റാണ്, പലഹാരം. അവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കൊടുക്കുന്ന. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സാധനമാണ്. അത് പപ്പടം. പിന്നെ ലഡു ഉണ്ട്. അങ്ങനെ അപ്പോൾ ഐറ്റംസ് കഴിച്ചതിന് ശേഷം നമുക്ക് എങ്ങോട്ടാ? മൂല ബീച്ച്. ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനി നമ്മുടെ മെയിൻ പരിപാടി, ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിച്ച് നിർത്തിയ പരിപാടി ഉണ്ട്. പെരുന്നാളിന്റെ ഈവനിങ് അല്ലേ? ഈവനിങ് വൈബ്. അതായത് മൂല ബീച്ച്. നമ്മുടെ ഈ ആന്ധ്ര തായ്ലൻഡിന്റെ ഒരു മൂലക്കുള്ള ഒരു ബീച്ചാണ്.
ആ ബീച്ചിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം. അതിനും എന്റെ കോസ്റ്റ്യൂമിനെ കുറിച്ചൊന്ന് പറയും. നല്ല കോസ്റ്റ്യൂം, നല്ല കോസ്റ്റ്യൂം. രാവിലത്തെ ഇട്ടിട്ട് എല്ലാരും അപമാനിച്ചു, ഇപ്പൊ മാറ്റി പിടിച്ചു. നന്നായിട്ടുണ്ട്. ഞാനും മാറ്റുമായിരുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഈ വഴിക്ക് വരുമ്പോ തന്നെ, വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പല പല വഴികളിലൂടെ വന്നിട്ട് ഈ ഒരു റോഡിലേക്ക് എത്തിച്ചേർന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ആ അറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ നമുക്കൊരു വൈബിന്റെ സ്മെൽ അടിക്കുന്നുണ്ട്. പോയി നോക്കാം. അതെ, അപ്പൊ കണ്ടോ, ഇതാണ് കേട്ടോ ബീച്ച് റോഡ്. ഇതങ്ങനെ കുറച്ചും കൂടി ദൂരം പോകും. ലാസ്റ്റ് ഡെഡ് എൻഡ് ആണ്, അവിടെ അവസാനിക്കും. ഈ റോഡ് വഴി വേറെ ഇങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. ഇതിന്റെ ഈ ഭാഗത്ത് കുറച്ച് മണൽത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഐലൻഡിന് ഇതില്ല, ലഗൂണില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചുറ്റും അത്യാവശ്യം ആഴത്തിൽ തന്നെ കടലാണ്. ഇങ്ങനെയുള്ള മണൽത്തിട്ടകൾ വേറെ അധികം ഭാഗങ്ങളിലൊന്നും ഇല്ല. ഈ ഭാഗത്ത് അതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ സമയത്ത് ഈ ദ്വീപിലെ മുഴുവൻ മനുഷ്യന്മാരും ഈ ഒരൊറ്റ സ്പോട്ടിലേക്ക് എത്തിച്ചേരും. ഈ സ്പോട്ടല്ല, ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ടുണ്ട്. അതൊരു മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഇതിപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ ഐലൻഡിലെ ആൾക്കാർ മുഴുവൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നല്ല രസമായിരിക്കും. കണ്ടോ, ഇതാണ് മൂല ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഈ ബീച്ചിന് വേറെയും കുറച്ച് പ്രത്യേകത ഉണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. ആൾക്കാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയുണ്ടോ, അവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇതൊക്കെ താൽക്കാലിക സ്റ്റാളുകളാണ്. അതായത് ഈ ഒരൊറ്റ ദിവസത്തെ ഈ ആൾക്കാരുടെ ഈ വരവിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ കടകളാണ് ഇതൊക്കെ. ഇതിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. ഈ ഭാഗത്ത് മുഴുവൻ രണ്ട് ഭാഗത്തും ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തേക്കാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് അപ്പുറത്താണ് കാറ് നിർത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ടീം വന്നിട്ടോ. ഇവിടെ ഒരു RX100 ക്ലബ് ഉണ്ട്. ഇത്രയും നമ്മുടെ മാഷില്ലേ, സാലി മാഷ്, പുള്ളിയുടെ അതിലൊരു RX100 ഉണ്ടല്ലോ. നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് കറങ്ങിയോണ്ട് നടക്കുന്നില്ലേ, അവരുടെ ടീമിൻ്റെ ഒരു ക്ലബ് ഉണ്ട്. RX100 ബൈക്കും ഉള്ള ആൾക്കാരുടെ ഓണേഴ്സിൻ്റെ ക്ലബ്ബ്. അവർ കണ്ടോ, അവർ റാലി ആയിട്ട് വന്നേക്കുവാണ്. എത്ര വണ്ടിയുണ്ട്? നമ്മളോട് കുറെ വണ്ടിയുണ്ട്. ആ, 10 വണ്ടിയുണ്ട്. ഇന്ന് 10 വണ്ടിയുണ്ട്. യൂട്യൂബിൽ ഇട്ടപ്പാടെ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീഡിയോ എല്ലാം കാണുന്നുണ്ട് ഞാൻ. പിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കവരത്തിൽ വെച്ചിട്ട് അവിടുത്തെ മറ്റേ പന്തലിൽ കയറി ഫുൾ അപ് ടു ഡേറ്റ്. 12 മണി രാത്രി ആയാലും കണ്ടിട്ടേ ഉറങ്ങും. എവിടെയെങ്കിലും ഇന്റർവ്യൂന്ന് പോയി. ഇനിയിപ്പോ കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാണാൻ കിട്ടൂല, ഓട്ടോഗ്രാഫ് മേടിക്കേണ്ടി വരും. പോസ്റ്റ് മാഷാണ്, ഞാൻ പോസ്റ്റ് മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ശില്പ. നാട്ടിലെവിടെ? കണ്ണൂർ. സുഖാണോ? എങ്ങനെയാണ് ലക്ഷദ്വീപ് ജീവിതം? കുഴപ്പമില്ല. ആദ്യമൊക്കെ ബോറായിരുന്നു. ഇപ്പൊ എല്ലാവരും ഫ്രണ്ട്സിന്റെ കുറെ കാലം ഇവിടെ? 1 വർഷം 2 മാസം. സന്തോഷം. സാർ പാലക്കാടിലാണോ? ഞാൻ പാലക്കാട്. രണ്ടാള് ഇന്റർവ്യൂവിൽ ആ കണ്ട് എല്ലാം കാണുന്നുണ്ട്. ഊത് ഊത് ഊത്. ആ അപ്പഴേ വൈബ്. അതെ, ഈ ഇവിടെ ഈ റോഡ് അവസാനിക്കാം കേട്ടോ. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, ആ റോഡ് അങ്ങോട്ട് പോവില്ല. ഇവിടെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം. എന്ത് വൈബാ നോക്ക്. വേറെ എവിടെയും ഇങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. ലക്ഷദ്വീപിലെ വേറെ ഒരു ഐലൻഡിലും ഈ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റില്ല. കവരത്തിയിലുണ്ട്, പക്ഷെ കവരത്തിയിൽ ഇത്ര നല്ലൊരു സ്ഥലത്തല്ല ഉള്ളത്. കവരത്തിയിലും ഈ പെരുന്നാളിൻ്റെ ദിവസം ഈവനിങ്ങിൽ എല്ലാവരും ഒരു ഭാഗത്ത് ഒത്തുകൂടുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അവിടെ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു രാജ്യത്ത് നിൽക്കുന്ന പോലെ തോന്നും. ലക്ഷദ്വീപാണ് ഇത് നമുക്ക് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. കണ്ടോ, എന്ത് ഭംഗിയുള്ള വൈറ്റ് സാൻഡ് ബീച്ച്. അതുപോലെ തന്നെ നിറയെ ആളുകൾ ബീച്ചിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. കുറേ കച്ചവടക്കാർ മറ്റേ അമ്പറിലേക്ക് വെച്ചിട്ടുള്ള പരിപാടികൾ. അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങിട്ടോ, ബീച്ചിലേക്ക് ഇറങ്ങി. ഇവിടെ കണ്ടോ, ഓരോ ഫാമിലീസും ഓരോ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ താൽക്കാലികമാണ്. ഇവിടെ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, കാലിലേക്ക് കിടക്കായിരിക്കും. ഇവിടുന്ന് ഐസ്ക്രീമും മറ്റുള്ള ഈ ലഘുഭക്ഷണങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇവരിങ്ങനെ ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുക. കുട്ടികൾക്ക് കുറേ ടോയ്സിൻ്റെ ഷോപ്പുകളുണ്ട് കേട്ടോ. ബലൂണുകൾ, മറ്റുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാം. ശരിക്കും ഒരു പെരുന്നാൾ സെലിബ്രേഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഇങ്ങനത്തെ പരിപാടി, ഒരു ഗ്യാതറിങ്, അതായത് ഒരു നാടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഒത്തുകൂടൽ. ശരിക്കും അത്ഭുതമാണ്. വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിലിങ്ങനെ നടക്കാൻ എന്താ രസം എന്നറിയോ. നമ്മുടെ
അൽത്താഫ് ബ്രോ എന്നെ നിർബന്ധിച്ച് വിളിച്ചാണ് കേട്ടോ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ആന്ധ്രത്തിലാക്കാം, ഞാനും അവിടെ വെയിറ്റ് ചെയ്യും, നിന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരൊറ്റ മൊമെന്റ് കൊണ്ട് ഈ വന്നത് മൊത്തം നമുക്ക് മുതലായ ഒരു ഫീലാണ്. ഇതേ ഇപ്പം നടന്ന് നമ്മൾ കടലിൻ്റെ അടുത്ത് കടലിൻ്റെ ഭംഗിയാണെങ്കിൽ നോക്കിയേ എന്ത് രസമാണ്. ഈ ഭാഗത്തൊക്കെ നല്ല പച്ച കളർ വെള്ളമാണ് കേട്ടോ. എന്ത് വൃത്തിയാണ് നോക്കിയേ ഈ ബീച്ച്. ഒരു ബ്ലാക്ക് സ്പോട്ട് പോലും നമുക്ക് എടുക്കാനില്ല, അത്രയും നീറ്റാണ്, അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണെങ്കിലോ കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നൊക്കെ ഉണ്ടേ. അല്ല ഈ ബീച്ചിന്റെ പ്രത്യേകത എന്ത് പറഞ്ഞേ? ഈ ബീച്ച് നമ്മുടെ ഇന്ത്യയിലെ ഏക മൂവിംഗ് ബീച്ചാണ്. അതായത് ഇപ്പൊ ഈ ലൊക്കേഷനിൽ ഇപ്പൊ മണ്ണുണ്ടല്ലോ, മണല് അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഈ മണൽ മൊത്തം കുറച്ച് അങ്ങോട്ട് പോകും. അടുത്ത സീസൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 6 മാസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 6 മാസം ഇവിടെയും പിന്നെ ഒരു 6 മാസം കുറച്ച് അപ്പുറത്തുമായിരിക്കും അല്ലേ? മൂവ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ മൂവിംഗ് ബീച്ചാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഒന്നും പിന്നെ ഈ മണൽത്തിട്ട ഉണ്ടാവില്ല, അത് അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് കുറേ അപ്പുറത്തേക്കായിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് കടലായിരിക്കും, ഇവിടെയൊക്കെ വെള്ളമായിരിക്കും അപ്പോൾ അല്ലേ? ഇതിനേക്കാൾ കൂടുതൽ വലിപ്പമുണ്ടാകും ആ ഏരിയ വരെ. ഓക്കെ ചില സമയത്ത് കുറച്ച് അങ്ങോട്ട് ഈ ഒരു ഭാഗം വരെയൊക്കെ ഇതേപോലെ മണൽത്തിട്ട ഉണ്ടാവുന്ന പറഞ്ഞത്. പക്ഷേ കടലിൻ്റെ ഭംഗി നോക്കിയേ. കത്തിച്ചിട്ട് നമ്മളെ മേത്തിൽ കയറുണ്ട്, കത്തിച്ചിട്ട് 70s മേൽ പക്ഷേ ഒരു കാര്യം പറയാം, ലക്ഷദ്വീപില് ആന്ധ്രാദ്വീപിലെ പെരുന്നാളുണ്ടല്ലോ, ഞാൻ ചോദിക്കാൻ വരായിരുന്നു എങ്ങനെയുണ്ട്. ഞാനിപ്പോ ഓൾമോസ്റ്റ് കുറച്ച് ദ്വീപിലെ പെരുന്നാളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആന്ധ്രാദ്വീപിലെ പെരുന്നാൾ വേറൊരു വൈബ് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പെരുന്നാൾ എക്സ്പീരിയൻസിന്റെ ഫസ്റ്റ് ടൈമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി. ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല അല്ലേ? ഇപ്പോഴാണ് അൽത്താഫിന്റെ മുഖത്തൊരു വെളിച്ചം വന്നത്. അതായത് ഇതിനെ കുറിച്ച് ഒരു ഇംപ്രഷൻ തോന്നി എപ്പോഴാ പറഞ്ഞ ഒരു കാര്യങ്ങളും ശരിയായിരുന്നു. ഇതുണ്ട് ഈ കുട്ടിക്ക് കളിക്കാൻ ടാർപോളിനൊക്കെ കണ്ടോ, ഇതൊക്കെ ഈ ഒറ്റ ദിവസത്തേക്ക് കൊണ്ടുവച്ചിരിക്കുക കേട്ടോ. പക്ഷെ ഒറ്റ ദിവസമാണെങ്കിൽ പോലും അത്രയും ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കണം. ഇവിടുത്തെ അധികാരികളും ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വെൽ പ്രിപ്പയർഡാണ്. ഇവിടെ കുറേ ആൾക്കാർ വരും, ഇന്ന് എന്തായാലും കുറേ വേസ്റ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ തൽക്കാലത്തേക്ക് കണ്ടോ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സൊക്കെ, താൽക്കാലിക ബോക്സൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ആൾക്കാരത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോറി കേട്ടോ, ഇത് DYFIൻ്റെ വകയാണ്. കവർത്തിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മണലിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ മണൽ കുറച്ച് വലിയ തരികളാണ് കണ്ടോ. കവരത്തിയിൽ നമ്മൾ അവിടെ ബീച്ചിലൊക്കെ പോയിരിക്കുമ്പോൾ ഒരു പൊടി പോലത്തെ സംഭവമാണ്, അത് നമ്മളെ ശരീരത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ തട്ടിയാലും പോകില്ല. പക്ഷേ ഇത് കുറച്ച് വലിയ തരികളാണ്. ഇത് ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും കേട്ടോ. സിമ്പിൾ. ഇത് ഇവിടുത്തെ കീച്ചേരിലെ കുറെ കൂട്ടായ്മ സിയാദും ടീമുമായിട്ട് നടത്തപ്പെടുന്ന നെറുക്കെടുപ്പാണ്. അപ്പോൾ ഇത് ഒന്നാം സമ്മാനം 50,000 രൂപയാണ്, 100 രൂപ കൂപ്പണാണ്. അപ്പോൾ അതിന്റെ നെറുക്കെടുപ്പ് ഇന്ന് വൈകുന്നേരം ഇവിടെ വെച്ചിട്ട് നടക്കാൻ പോകും. ദ്വീപിലുള്ള റമീസ് എ ആന്ധ്രോത്ത്, റമീസ് എ ആന്ധ്രോത്ത്, നൗഷാദ് ആന്ധ്രോത്ത്. താങ്ക് യു. ബൈ. പിന്നെയും കുറേ സമയം നമ്മൾ അവിടെ ആ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്ത് പെരുന്നാൾ ആഘോഷിക്കുന്ന കുട്ടികളെയും കുടുംബങ്ങളെയും ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ സന്തോഷവും ഒക്കെ കണ്ട് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറേ സമയം വീണ്ടും അവിടെ ചിലവഴിച്ചു കേട്ടോ. എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഞാൻ ഈ രീതിയിലുള്ളൊരു പെരുന്നാൾ ആഘോഷം കണ്ടിട്ടില്ല കേട്ടോ. കവരത്തിൽ നമ്മൾ കണ്ടതാണ്, പക്ഷേ അവിടെ ഒരു ക്ലോസ്ഡ് സ്പേസാണ്, കുറേ സൈഡിൽ മതിലും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അവിടേക്ക് എല്ലാവരും പോകും. പക്ഷെ ഇവിടെ ഈ ബീച്ചിലായതുകൊണ്ട് അത് കാണാൻ തന്നെ വേറൊരു ഭംഗിയായിരുന്നു കേട്ടോ. ഒരു സ്പെഷ്യൽ താങ്ക്സ് അൽത്താഫിന്. അങ്ങനെ ആന്ധ്രോത്ത് ഐലൻഡിലെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.